അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്നിപ്പോ ചൂടുള്ള വാർത്തകളിലേക്ക് കടക്കണം. അയ്യോ, നമ്മൾ പത്രവാർത്ത പത്രവാർത്ത കേൾക്കാനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എല്ലാ പത്രങ്ങളിലേക്കും വളരെ വേഗം ഒന്ന് പോകും. നമുക്ക് മനോരമയെ തന്നെ തുടങ്ങാം അല്ലേ? മാതൃഭൂമി പിടിച്ചോ, ദേശാഭിമാനി പിടിച്ചോ? എനിക്ക് ദേശാഭിമാനിക്ക് എന്തോ ഒരു താല്പര്യം കൂടുതലുണ്ടെന്ന് അങ്ങനെയില്ല. ശരി, മനോരമയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളിലും ഇന്നുള്ളത് മ്യാൻമറിന്റെ ദുരന്തം എല്ലാ പത്രങ്ങളിലും ആദ്യ പേജിലുണ്ട്. മാതൃഭൂമിയിലുണ്ട്, മാതൃഭൂമിയിൽ താഴെയായിട്ടുണ്ട്. അതെ, മനോരമയില് മരണം 150 കടന്നു എന്നാണ്. വ്യത്യസ്ത കണക്കുകളാണ് വരുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇവിടെ നിന്ന് വാർത്ത അവസാനിപ്പിച്ചു പോകുമ്പോൾ 114 പക്ഷെ ഇന്നിപ്പോ 150 കടന്നു എന്ന് മനോരമ പത്രം. ആദ്യഘട്ടങ്ങളിലൊന്നും വലിയ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ പല കെട്ടിടങ്ങളും തകർന്നു വീഴുന്നത് കാണുമ്പോൾ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല തുടർച്ചയായി ഭൂചലനം ഉണ്ടായല്ലോ, രണ്ടാമതൊക്കെ ഉണ്ടായതിന്റെ ആഘാതം കൂടുതലായി. മ്യാൻമാറിൽ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. 2012-ലും 2016-ലും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ അതിതീവ്രതയുള്ള ഒരു ഭൂകമ്പമായിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ചാൽ, മ്യാൻമാറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ 150-ലേറെ ആളുകൾ മരിച്ചു. മ്യാൻമറിൽ മാത്രം 144 പേർ മരിക്കുകയും 700-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നടിഞ്ഞു. മ്യാൻമറിൽ 6 ഇടങ്ങളിൽ പട്ടാള ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഇന്റേണൽ എമർജൻസി. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:50 ഉണ്ടായത്. പിന്നാലെ 6.4 തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി. മ്യാൻമറിലെ സാഗെയിങ് നഗരത്തിന് സമീപത്താണ് ഈ പ്രഭവ കേന്ദ്രമെന്ന് ജിയോളജിക്കൽ സർവേ പറഞ്ഞു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ കടുത്ത നാശനഷ്ടവും ഉണ്ടായി എന്നാണ്. ആ ഇടിഞ്ഞു വീഴുന്ന ചിത്രം നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ബഹുനില കെട്ടിടം തകർന്നു വീഴുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ പത്രങ്ങളും ആ ഒരു ചിത്രത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപകടം കുറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അത് പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. താഴെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ അവരെല്ലാവരും അതിനടിയിൽ പോയി എന്നുള്ളത്, ഒരാളും രക്ഷപ്പെട്ടില്ല. അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി എന്നുള്ളതാണ്. എനിക്കൊന്നും ഇതടക്കം മാതൃഭൂമിയിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു പ്രസക്തമായ ഒരു നിരീക്ഷണം ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് അഭിപ്രായം അവകാശമാണെന്നാണ് അതിന്റെ തലക്കെട്ട്. പ്രതാപ് ഗിഡിയുമായി ബന്ധപ്പെട്ട വാർത്ത. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അന്തസത്തയും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതി പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ബഹുമാനിക്കണമെന്നും സംരക്ഷിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, രക്തദാഹികളെ കേൾക്കൂ എന്ന് അർത്ഥം വരുന്ന ഒരു ഹിന്ദി കവിതയാണ് നമ്മുടെ ഈ പ്രതാപ് ഗിഡി. അത് കുറച്ച് പ്രകോപനപരമായ കവിതയാണ്, പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് കേൾക്കാൻ ചിലർക്ക് ഇഷ്ടമാവില്ല, ആ കവിതയോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം അതൊരു സമുദായം മറ്റൊരു സമുദായത്തോട് കേൾക്കണം എന്ന മട്ടിലുള്ളൊരു കവിതയായിരുന്നു. അപ്പോൾ ആ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ജനസ്വീകാര്യതയല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സുപ്രീം കോടതി. വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഇന്നത്തെ കാലത്ത് വളരെ സ്റ്റാറ്റിക് ഒരു പോയിന്റുമാണ്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ഏതാ? ദേശാഭിമാനിയിലെ ഇവിടെ വലതു ഭാഗത്തായിട്ട് മാസപ്പടിയാണ്, നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ അതും പൊളിഞ്ഞു, അതാണ് തലക്കെട്ട്. എന്നിട്ട് പറയേണ്ട ഗോവിന്ദമാഷിനെ കോട്ട് ചെയ്ത് പറയുന്നു, ഉണ്ടയില്ല വെടി ഹൈക്കോടതിയും തള്ളി എന്ന് പറയുന്നുണ്ട്. വാർത്തയിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പരാതിക്ക് തെളിവുകളുടെ പിൻബലമില്ലെന്നും വസ്തുതകളില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്നും വ്യക്തമാക്കി കോടതി. ഇതേ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി ശരിവെച്ചു. പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ കോടതി വിധിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യമെന്ന വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണം പക്ഷേ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മാത്യുക്കുൾനാടിന് തിരിച്ചടിയായി, വലിയ ക്ഷീണമാണ്. കാരണം വലിയ രീതിയിൽ സഭയ്ക്കുള്ളിലും എല്ലാം, മാത്രമല്ല അത് ഇടത് ഹാൻഡിലുകളും വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു, ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി അങ്ങോട്ട് മാസപ്പടി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അത് കഴിഞ്ഞ ദിവസം പല ചാനൽ ചർച്ചകളിലും ഒക്കെ ആയിട്ട് നമ്മളോട് തന്നെയും അത് പലരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പേരൊന്ന് തിരുത്തി പറയണമെന്നുള്ളത്. അരുൺകുമാറൊക്കെ ആവശ്യം. മാസപ്പടി എന്ന് പറയുന്നത് എല്ലാ മാസവും കൊടുത്തു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 2017 മുതൽ 2020 വരെ 5 ലക്ഷം രൂപ വെച്ച് വീണ വിജയന് നേരിട്ടും 3 ലക്ഷം രൂപ വെച്ച് എക്സാലോജിക്കിനും കൊടുത്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എന്നാലും ആ വിഷയത്തിൽ ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധി പിണറായി വിജയനും വീണ വിജയനും ആശ്വാസം എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞത്. ആശ്വാസം ചോദിച്ചു. അതെ, അത് മാതൃഭൂമിയുടെ ആ വാർത്തയുടെ തലക്കെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ തെളിവില്ല. ഇന്നിപ്പോ അല്ലെങ്കിൽ ആ വാർത്ത ഈ ആശ്വാസം എന്ന് പറഞ്ഞ് തന്നെ വരേണ്ടതാണ്. പക്ഷേ മനോരമയും അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് സൂക്ഷിച്ചാണ്. CMRL കേസ് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും കമ്പനിക്കും CMRL ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജികൾ ഹൈക്കോടതി തള്ളി. സംശയമല്ലാതെ ആരോപിക്കുന്ന കുറ്റകൃത്യത്തിന് വസ്തുതകൾ ഹാജരാക്കാനായില്ലെന്ന്
എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് കെ ബാബു ഹർജികൾ തള്ളിയത് എന്നാണ് മനോരമ പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 പകരം ഇനി 3 വർഷമായിരിക്കും. സാധാരണ LKG 1 വർഷം, UKG പിന്നെ നേരെ പക്ഷെ ഇപ്പോൾ ഇനി പ്രവേശനം 3-ാം വയസ്സിൽ തന്നെ ആണെങ്കിൽ പോലും 3 വർഷമായിരിക്കും. അപ്പം 4, 5, 3, 4, 5 6ാമത്തെ വയസ്സിലായിരിക്കും 1ാം ക്ലാസ്. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായിട്ട് അപ്പം ഇനി കുഞ്ഞുങ്ങൾ 3 വർഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകണം. പ്രവേശനം 3ാമത്തെ വയസ്സിൽ തന്നെ. NCERT പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കും. സംസ്ഥാനത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 വർഷത്തിനു പകരം ഇനി 3 വർഷമാകാൻ പോകുന്നു. 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സാക്കുന്നതിനോടൊപ്പമായിരിക്കും മാറ്റം. ഇപ്പോൾ 3 വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് 1 വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക. 2026 മുതലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 3ാം വയസ്സിൽ തന്നെയായിരിക്കും. 3 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനുള്ള പാഠ്യപദ്ധതി SCERT രൂപപ്പെടുത്തും. വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാനുള്ള നടപടികളും ഇതിനോടൊപ്പം സ്വീകരിക്കും. അപ്പോൾ LKG ആയി, ലോവർ കിൻഡർ ഗാർട്ടൻ, അപ്പർ കിൻഡർ ഗാർട്ടൻ, ഇനി എന്താണ് വരിക? മൂന്നാമത്തെ ഹയർ കിൻഡർ ഗാർട്ടൻ ആയിരിക്കും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ കുട്ടിക്കാലം ഒന്നും കൂടി ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു സമയം കൂടിയായത് അല്ലേ, പ്രീ പ്രൈമറിയിലേക്ക് എത്തുമ്പോൾ. അപ്പം 3ാമത്തെ വർഷം പഠിക്കുന്ന കുട്ടിക്കുറുമ്പന്മാരൊക്കെ സീനിയേഴ്സ് ആവും. LKG പഠിക്കുന്ന കുട്ടികൾ ഈ പവർ റാഗിങ് അവിടേക്ക് വരുമോ എന്നുള്ളത്. LKG, UKG, സൂപ്പർ പെൻസിൽ താട എന്നൊക്കെ പറഞ്ഞ LKG സീനിയർ നിൽക്കുന്ന കുട്ടി. പക്ഷേ എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, കേന്ദ്ര ജീവനക്കാർക്ക് ഇന്നലെ DA 2% വർദ്ധിച്ചിട്ടുണ്ട്. ആ വാർത്തയും ഇന്ന് പത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രധാന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ടൈറ്റിലിൽ മാധ്യമം ആ വാർത്തയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം മ്യാൻമാറിലും തായ്ലൻഡിലെയും മരണത്തിന്റെ വാർത്തയും മാധ്യമം ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. മാസപ്പടി വിജിലൻസ് അന്വേഷണം ആവശ്യമായി ഹൈക്കോടതി തള്ളിയ വാർത്തയുണ്ട്. ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫ്രീ സ്പീച്ച് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ ഹെൽത്തി സൊസൈറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ആ വാർത്ത തന്നെയാണ് നമ്മുടെ പ്രതാപ്ഗഡിയെ ഇപ്പോൾ ഏതായാലും അതേപോലെ കനാൽ കുമ്രയുടെ പറയുന്നുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജാമ്യം നൽകിയിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയാണ് ഇടക്കാല ജാമ്യം നൽകിയത്. കനാൽ കുമ്രയുടെ കോമഡി അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ഇന്നലെ എക്സാലോജിക്ക് CMRL വിഷയത്തിലെ വാർത്ത ഹിന്ദു കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹൈക്കോർട്ട് ഡിസ്മിസസ് പ്ലേയേഴ്സ് ഫോർ പ്രോബ് അഗെയിൻസ്റ്റ് CM ഡോട്ടർ ഓൺ CMRL എക്സാലോജിക് ട്രാൻസാക്ഷൻസ് എന്നാണ്. എംപുരാന്റെ വാർത്ത ആദ്യ പേജിൽ ഒരു പത്രത്തിലുമില്ല, മാതൃഭൂമിയിലും ഹിന്ദു പത്രത്തിൽ ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. എംപുരാൻ ഫേസസ് ഓൺലൈൻ backlash from the right wing. What appears to be a reference to the 2002 Gujarat pogrom in Mohanlal starrer L2 Empuran directed by Prithviraj Sukumaran have led to a major online backlash from right wing. വലതുപക്ഷത്തെ ആളുകൾ ഓൺലൈനിൽ പോരടിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അക്കാര്യത്തിൽ BJP ഇപ്പോൾ 2 തട്ടിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാതൃഭൂമിയിൽ 5ാമത്തെ പേജിൽ ആ വാർത്തയുണ്ട്. എമ്പുരാനെ ചൊല്ലി BJPയിൽ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് പോലും ആദ്യത്തെ 2 പേജിൽ ആ വാർത്ത ആദ്യ പേജിലില്ല. മാത്രമല്ല അത് ആ രീതിയിൽ ഒരു പക്ഷേ വിവാദമാവുന്നത് 2 രീതിയിൽ ആ സിനിമയെ ബാധിച്ചേക്കാം. ഇപ്പോൾ ഒരുപാട് പേര് മാസമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതേസമയം നന്നായി കൂടുന്നുണ്ട്. 100 കോടിയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തം കളക്ഷൻ നോക്കും. കേരളത്തിൽ മാത്രം ആദ്യ ദിവസം 14 കോടിയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് 1 മാസം കൊണ്ട് കിട്ടിയ കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അത്രയും അധികം 750ഓളം സെന്ററുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായ ശേഷവും കൂടിയാണ് ബുക്കിംഗ് ഭയങ്കരമായിട്ട് കൂടുന്നത് കേട്ടോ. എന്തായാലും അതൊരു പ്രധാന വാർത്തയായി മാറുന്നുണ്ട്. പക്ഷെ BJP 2 തട്ടിലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ അധ്യക്ഷൻ വരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ആ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോർ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നലെ കോർ കമ്മിറ്റിയിൽ നമ്മൾ ഫ്രം സോഴ്സസ് പറയുന്നു കോർ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തപ്പോൾ അതിനകത്ത് അവർ കണ്ടെത്തിയത് ഇന്നലെ നമ്മൾ രഞ്ജിത്ത് ആ വാർത്ത കൊടുക്കുകയും ചെയ്തു. RSSന്റെ 2 നോമിനികളാണ്. ഒരു തപസ്യയുടെ അംഗവും പിന്നെ മറ്റൊന്ന് നമ്മുടെ ഹരിയസ് കർത്തായുടെ ഭാര്യയും. ഇവർ 2 പേരുമാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള 2 പേർ. പക്ഷെ അവർ ഈ സിനിമ കണ്ട് ആസ്വദിച്ച് കൈയൊക്കെ അടിച്ചിട്ട്
അവർക്ക് ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അല്ല ശരിക്കും മൈൻഡ് സെറ്റ് അതാണ് ശരിക്കും. അല്ല നമ്മുടെ MT രമേശ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ അരുൺ പറഞ്ഞില്ലേ, സിനിമയായി അദ്ദേഹം പോസിറ്റീവായിട്ടാണല്ലോ സിനിമയായിട്ട് കണ്ടാൽ മതി. മാത്രമല്ല അതിന് നെഗറ്റീവ് റിവ്യൂ വന്നാലുള്ള കുഴപ്പം ലാലിനെ ആഘോഷിച്ചിരിക്കുന്ന സംഘപരിവാർ കുടുംബത്തേക്ക് ഇത് പറഞ്ഞൊക്കെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. മാത്രമല്ല ഇത് ചർച്ചയാവുന്നതിനേക്കാൾ നല്ലത് വിട്ടേക്കാൻ തീരുമാനം. ബുദ്ധി അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ചർച്ച ചെയ്തു. അപ്പൊ അത് ചർച്ച ചെയ്ത് വന്നാൽ ദോഷമാണ്. മാത്രമല്ല ലാലേട്ടനെ അത്ര പെട്ടെന്ന് സംഘപരിവാർ ഫാമിലി ഇത് കുടിയിറക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം കൂടിയുണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മുടെ കേണൽ മോഹൻലാൽ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നന്നായി വിമർശനങ്ങൾ ഒരുപാട് വാല്യൂ വിതറുന്നുണ്ട് ആളുകൾ. സിനിമയെ കുറിച്ച് ഹിന്ദു പത്രത്തിൽ ഇന്നലെ റിവ്യൂ വന്നിരുന്നു. ആ റിവ്യൂ പക്ഷേ അത്ര അനുകൂലമായ ഹിന്ദു പത്രത്തിലെ ഹേറ്റ് ക്യാമ്പയിൻ പോകുന്നത് പൃഥ്വിരാജിനും കൂടിയാണ് അരുൺ സാർ. വാര്യംകുന്നൊക്കെയുള്ള സമയത്ത് എത്രത്തോളം ക്യാമ്പയിൻ ആണ് ഉണ്ടായതല്ലേ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ആദ്യ പേജുകളിൽ എല്ലാ വാർത്തകളിലും എത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. മ്യാൻമാറിലെ ഭൂചലനം, നമ്മളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി, സുപ്രീം കോടതിയുടെ പ്രതാപ്ഗഡിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം അല്ലെ, കുഞ്ഞുങ്ങൾക്ക് പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം 3 വർഷമാകുന്നു എന്നുള്ളത്, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്. തൊഴിലുറപ്പിന്റെ വേതനം കൂട്ടിയതും ഇതിനിടയിലൂടെ 23 രൂപ, മൊത്തം 369 കേരളമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ അതിന് വിഹിതം കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. ഏറ്റവും കുറവ് എവിടെയാണെന്നറിയോ? നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും 241. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുന്ന സമയമായി. അപ്പോൾ ഗംഭീരമായി രാവിലത്തെ പത്രവായനയൊക്കെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ. അപ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാം. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. Yes. ഗുഡ് മോർണിംഗ്.